നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിലെ ടൈറ്റിൽ ഫേവറേറ്റുകളായിട്ട് പലരും കാണുന്ന സ്പെയിൻ ഇതാ യോഗ്യതയ്ക്ക് തൊട്ടരികിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അവർ ജോർജിയക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് നേടിയിരിക്കുന്നത്. പിനോയും ഒയർ സബാളുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. ഈ വിജയത്തോടുകൂടി ഇപ്പോൾ ജോർജിയയെ 2-0 തോൽപ്പിച്ചതോടുകൂടി കളിച്ച 3 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ 3 വിജയിച്ച് 9 പോയിന്റോടെ അവർ 1-ാം സ്ഥാനത്താണ്. 3 കളികളിൽ നിന്ന് 6 പോയിന്റുള്ള തുർക്കിയാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ 2-ാം സ്ഥാനത്തുള്ളത്. ജോർജിയയ്ക്ക് 3 പോയിന്റേ ഉള്ളൂ. മത്സരത്തിൽ സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. ടോറസും ഒയർ സബാലും എർമി പിനോയുമായിരുന്നു മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 24-ാമത്തെ മിനിറ്റിലാണ് അവരുടെ ആദ്യ ഗോൾ പിറക്കുന്നത്. നോർമൻ്റെ അസിസ്റ്റിൽ നിന്ന് എർമി പിനോ ടീമിനെ മുന്നിലെത്തിക്കുകയായിരുന്നു. പിന്നീട് ലഭിച്ച പെനാൽറ്റി ടോറസിന് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു സ്പെയിന്. 2-ാം പകുതിയിൽ 64-ാമത്തെ മിനിറ്റിൽ ഒയർ സബാലിൻ്റെ ഗോൾ കൂടി വന്നതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം സ്പെയിൻ സ്വന്തമാക്കിയായിരുന്നു. ജോർജിയയ്ക്ക് സ്പെയിനിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഇനി സ്പെയിനിൻ്റെ അടുത്ത മത്സരം ഒക്ടോബർ 15-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:15-ന് ബൾഗേറിയക്കെതിരെയാണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.